ബർത്ത്ഡേ ആയിട്ട് മൂന്നും രാവിലെ തന്നെ മൊബൈലിലാണ്. പക്ഷെ എൻ്റെ ബ്രദർ രാവിലെ തന്നെ കിച്ചണിൽ കയറി സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് ആളുടെ ഓൺ കുക്കിങ്ങിലുള്ള ഫുഡാണ് ഇന്ന്. നെയ്ച്ചോറും ബീഫ് കറിയാണ്. അപ്പം നെയ്ച്ചോറിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ആള് ഫുഡ് ഉണ്ടാക്കുന്ന നേരം നോക്കിയിട്ട് ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് കിടന്നു. ഗെറ്റ് റെഡി വിത്ത് മീ. ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ ഇതാണ്. വെൽവെറ്റിലുള്ള ഒരു എ ലൈൻ ഫ്രോക്കാണ്. താഴത്തെ ഒരു അസിമെട്രിക്കൽ കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ റെഡി ആയതിനു ശേഷം ഞങ്ങൾ 3 പേരും കൂടി കേക്ക് എടുക്കാൻ പോയി. ഇത് ഞങ്ങളെ ഈ വീട്ടിലെ ഇളയ സന്താനമാണ് ഇവാൻ. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ കേക്കിൽ നിന്നാണ് കേട്ടോ കേക്ക് എടുക്കാൻ പോയത്. ഓൾറെഡി കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക്. അവിടുത്തെ കേക്കുകളെല്ലാം കണ്ടിട്ട് എല്ലാവരും തിന്നാൻ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ മിറർ കണ്ടാൽ ഞാൻ പിന്നെ വിടുന്ന ഒരു പ്രശ്നമില്ല. മിററിൽ കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് കേക്ക്. മോന് എയ്റോപ്ലെയിൻ ഇഷ്ടമുള്ള കാരണം കൊണ്ട് എയ്റോപ്ലെയിൻ തീമിലുള്ള കേക്കാണ് ഈ പ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ 2 പേരും കൂടി ഫോട്ടോസിന് വേണ്ടി പോസൊക്കെ ചെയ്ത് അതിനുശേഷം എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ടേബിളൊക്കെ റെഡിയാക്കി. വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്തുനിന്ന്, ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് മിഠായിയൊക്കെ വെച്ചിട്ട് കേക്കൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടി ക്ലാപ്പൊക്കെ ചെയ്തും ബർത്ത്ഡേ വിഷൊക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തും. ആൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ അറിയില്ല, അത് വേറൊരു കാര്യം. പിന്നെ കേക്ക് ആൾക്ക് ഇഷ്ടമേ അല്ല, അത് വേറൊരു കാര്യം. വെറുതെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഉമ്മ കേക്കൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ ഫുഡിങ് പരിപാടിയിലോട്ട് കിടന്നു. നെയ്ച്ചോറ്, കട പ്രിപ്പറേഷൻ, നോട്ട് ദാറ്റ് പോയിന്റ്. നെയ്ച്ചോറ്, ബീഫ്, ചിക്കൻ ഫ്രൈ, പുളിങ്കറി. എനിക്ക് ഉമ്മയുടെ പുളിങ്കറി ഭയങ്കര ഇഷ്ടമാണ്. കച്ചമ്പർ, അങ്ങനെ എല്ലാവരും കൂടി. ഇതിനിടയിൽ അമ്മാൻ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് അവർ അതിരപ്പള്ളിയിലോട്ട് പോയി. ഞാൻ തിരിച്ച് ഷോപ്പിലോട്ട് ഓൺ ഡ്യൂട്ടി വർക്ക്